നമ്മൾ ഷാർജ ബുക്ക് ഫെയറിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ പെന്നിലും പബ്ലിക്കേഷൻ്റെ ഒരു കൗണ്ടർ ഉണ്ട്. അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. ഹായ് മാഡം, ഈ കൗണ്ടറിൽ പെന്നിലും പബ്ലിക്കേഷനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? പെന്നിലും പബ്ലിക്കേഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് കണ്ണൂരിലെ ഇരിട്ടിയാണ്. അവിടെ നിന്ന് തുടങ്ങി ഞങ്ങൾ കഴിഞ്ഞ വർഷം 62 പേരുടെ വനിതകളുടെ 62 പുസ്തകങ്ങൾ ഇവിടെ ഷാർജ ഫെസ്റ്റിവലിൽ പ്രകാശനം ചെയ്തു. ഈ വർഷം ഞങ്ങളത് 101 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. പിന്നെ ഈ വർഷത്തെ ഒരു പ്രത്യേകതയുണ്ട്. സ്കൂൾ കുട്ടികളുടെ 1-2 പുസ്തകങ്ങൾ, ഒരു 5-6 ആണുങ്ങളുടെ പുരുഷന്മാരെ കൂടി ഉൾപ്പെടുത്തി, അംഗങ്ങളല്ല അവരുടെ പുസ്തകങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഞങ്ങളിത് 11-ാം തീയതി പ്രകാശനം ചെയ്തു. കഴിഞ്ഞ വർഷത്തേലും വളരെ വിപുലമായിട്ട് ഞങ്ങൾ നടത്തി. സ്റ്റേജ് ഷോയും തിരുവാതിരയൊക്കെ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ഇൻ്റലിജൻസ് ഹാളിലായിരുന്നു പരിപാടി. വളരെ നന്നായിട്ട് നടത്തി. ഇവിടുത്തെ ഷാർജ ഭരണകൂടവും പിന്നെ മോഹൻ സാറും ഒക്കെ ഞങ്ങൾക്ക് ഒത്തിരി സഹായമായിരുന്നു. ഈ കൂട്ടായ്മയിൽ ലേഡീസാണോ കൂടുതലും? കൂട്ടായ്മയിൽ അംഗങ്ങളെല്ലാം ലേഡീസാണ്. പിന്നെ ഈ പ്രാവശ്യം കുറച്ച് പുരുഷന്മാരുടെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇപ്പോൾ ഞങ്ങൾ ഖത്തറിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഖത്തറിൽ നമ്മളെ സുഹൃത്തിൻ്റെ ഒരു ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അതേക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ പറയാം. ഇത് ജലീൽ കുറ്റ്യാടി, അദ്ദേഹം പെണ്ണിലത്തിൻ്റെ മെമ്പർ അല്ലെങ്കിൽ പോലും പെണ്ണിലം പബ്ലിക്കേഷൻ്റെ സ്റ്റാളിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഞങ്ങൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അദ്ദേഹം ഞങ്ങളുടെ 11-ാം തീയതി നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ ഞങ്ങളുടെ ഒരു അതിഥിയായിട്ട് അവിടെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെയാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര ബുക്കുകൾ സ്റ്റാളുണ്ട് അവൈലബിൾ ആണ്? സ്റ്റാളിൽ ഒരു 200ഓളം ടൈറ്റിൽസ് ഉണ്ട്. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം 101 ഇപ്രാവശ്യത്തെ പുസ്തകം, കഴിഞ്ഞ പ്രാവശ്യത്തെ 62, എല്ലാം കൂടെ 174 പുസ്തകമായിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അതിനുശേഷം ഇതുപോലെ നമ്മുടെ സുഹൃത്തുക്കളുടെ കുറച്ച് അവരുടെ പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാം കൂടെ 200ഓളം പുസ്തകങ്ങൾ ഇവിടെ പറഞ്ഞോളൂ. പെണ്ണിലം പബ്ലിക്കേഷൻ കേരളത്തിലെ സ്ത്രീകളുടെ ആദ്യത്തെ പ്രസാധക സംഘമാണ്. സ്ത്രീകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. 2 വർഷമായിട്ടുള്ള ഈ സംഘടന രൂപീകരിച്ചിട്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിയിലാണ് ഇതിൻ്റെ ആസ്ഥാനം. ഈ പെണ്ണിലം എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് ഇത് ഈ പുസ്തകത്തിൻ്റെ പേരാണ്. പെണ്ണിലം. കണ്ണൂർ ജില്ലയിലെ ഒരു മലയോര ഗ്രാമത്തിൽ നിന്നും ഒരു 20 സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് ആദ്യമായിട്ടൊരു കവിതാ സമാഹാരമാണ് നടത്തിയത്. അപ്പോൾ അതിൽ 20 എന്നുള്ളത് 40ആയി. ആ പുസ്തകത്തിന് ഞങ്ങളിട്ട പേരാണ് പെണ്ണിലം. ആ പേരിനോടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, എന്തോ അതിൻ്റെ വലിയൊരു ശക്തി അതിനോടൊപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എഴുതാനറിയാം, പക്ഷേ അതിനുള്ള സാധ്യതയില്ല, സാഹചര്യമില്ലാതെ കുറച്ച് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഞാനാണ് ഇതിൻ്റെ എഡിറ്റർ, ഞാനാണിത് ഇതിൻ്റെ ഫൗണ്ടറാണ്. അപ്പോൾ ഈ എല്ലാവരെയും ഇതിനകത്ത് 40 കവിതകളിൽ കേരളമാകെ കണ്ണൂർ ജില്ലയിൽ തുടങ്ങിയതാണെങ്കിലും കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലെ സ്ത്രീകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് അവസരം കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ 40 കവിതകൾ സാഹിത്യ അക്കാദമി വെച്ചിട്ട് 23 ഡിസംബറിൽ നമ്മൾ പ്രകാശനം ചെയ്തു. അതിനുശേഷം ഉള്ള പുസ്തകങ്ങളാണ് ഇതെല്ലാം. എല്ലാവരും എഴുത്തുകാരായി, അറിയപ്പെടുന്ന ആൾക്കാരായി, അങ്ങനെ ലോകം മുഴുവൻ അറിയുന്ന രീതിയിലേക്ക് 2 വർഷം കൊണ്ട് എത്തിപ്പെടാൻ ഞങ്ങൾ. പെണ്ണിലം കണ്ണൂരിൽ നിന്ന് തുടക്കം കുറിച്ചു. ഇപ്പോൾ ലോകം അറിയപ്പെടുന്ന ഷാർജ ബുക്ക് ഫെയറിൽ ഒരു ഇടം നേടിയിരിക്കുകയാണ്. ശ്രദ്ധേയമായ ബുക്കുകളും രേഖകളും കൃതികളും എല്ലാം ഇവരുടെ കൈവശങ്ങളുണ്ട്. ഗവൺമെൻറ് തന്നിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പോൾ ഈ പ്രാവശ്യം ഇതിൻ്റെ പിന്നെ ഷാർജ ഇതിൻ്റെ അതോറിറ്റി മോഹൻ കുമാർ സാറാണ്. സാറിന് ഈ വർഷം സുഖമില്ലാണ്ട് കിടത്തുകയും അതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഞങ്ങളുടെ ഇപ്രാവശ്യം ആദരവുകളെല്ലാം തന്നു, സർട്ടിഫിക്കറ്റൊക്കെ തന്നു സാറിൻ്റെ. സാർ 5+ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംഘടന ഞങ്ങളുണ്ട്. ഒരു സാറിൻ്റെ വൈഫ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് മേഡമാണ് സ്ത്രീകളെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഇടമാണ് ഈ ഷാർജ ഫെസ്റ്റിവൽ. പുതിയതായിട്ട് കടന്നു വരുന്നത് പ്രത്യേകിച്ച് പ്രസാധകർക്ക് നല്ല സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് വർഷങ്ങളോളം ഈ രംഗത്തേക്ക് ഷാർജ ഫെസ്റ്റിവൽ ആഗ്രഹിച്ചിട്ടും കടക്കാൻ കഴിയാതിരുന്ന പല വിഭാഗങ്ങളെ മുന്നിലാക്കിക്കൊണ്ടാണ് 2 വർഷം കൊണ്ട് ഈ രംഗത്തേക്ക് വന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും സ്ഥാപിക്കുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാടാണ്. എഴുത്തുകാരായ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാം എന്നുള്ളത്. ഇന്നലത്തെ നാളിൽ ഞങ്ങൾ 500 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഹാളാണ്. അത്
അത് മലാലിയും മലാലിയും അരുന്ധതി റോയിയും ഒക്കെ മാത്രം കയറി നിന്ന് പ്രസംഗിക്കുന്ന വേദിയാണ്. ഒരിക്കലും ആദ്യമായിട്ട് വെണ്ണിലത്തിനാണ് അത് പ്രകാശനം കഴിഞ്ഞ വർഷം തുറന്നത്. അതേ ഹാള് അതേ ദിവസം തന്നെ ഇപ്പം 101 പേർക്ക് ഈ വർഷവും ഒരു പ്രകാശനം അവിടെ നടക്കാറില്ല, നടന്നിട്ടുമില്ല. ഇപ്പോൾ സാധാരണ വരുന്നവർക്ക് ഈ ഹാളാണ് ചെറിയ ഹാൾ. ഞങ്ങൾക്ക് 2 മണിക്കൂർ അതൊരു നല്ലൊരു സ്വീകാര്യതയാണല്ലോ. വിപുലമായ പരിപാടി, എല്ലാവരുടെയും സാംസ്കാരിക പരിപാടി, തിരുവാതിര അടക്കം നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന 2 ജില്ല അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ പ്രൗഢഗംഭീരമായ ഒരു ചടങ്ങ് ഇന്നലെ ഞങ്ങൾ നല്ല ഓഡിയൻസ്. അപ്പം നിങ്ങൾ ഇതൊക്കെ അപ്പോൾ വായനാശീലം മരിച്ചിട്ടില്ല, ഇപ്പോഴും ആളുകൾ വായിക്കുന്നു, കേൾക്കുന്നുള്ള. അതെ, വായിക്കേണ്ടവർ വായിക്കണം, വായിച്ച് ശീലിച്ചവർ വായിക്കും. പക്ഷേ ഇതിനകത്ത് സംഭവിക്കുന്നത് പുതിയ തലമുറയാണ്. തലമുറ എവിടെയോട്ട് എത്തിപ്പോകുന്ന ധാരണയില്ല. പക്ഷേ ഒരു ജനറേഷൻ്റെ ഒരു ഇപ്പോഴത്തെ കൂടാതെ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന എല്ലാവരും വായിക്കും. വായിക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ബുക്ക് കണ്ട് അങ്ങോട്ട് നടന്നു പോകുന്നു, അത് വായിക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ പുതിയ കുട്ടികളുടെ കാര്യം അവർക്ക് ഫോൺ കൊടുക്കാനേ അതിൻ്റെ ഒരു ഇതുണ്ടാവാം. പക്ഷെ പുസ്തകം മരിക്കുന്നില്ല. ഇത് നമ്മൾ മരിച്ചാൽ നമ്മുടെ അടയാളപ്പെടുത്തിക്കൊണ്ട് കാലാകാലമായിട്ട് ചരിത്രത്തോടൊപ്പം ഈ പുസ്തകങ്ങൾ ഉണ്ടാവും. അതാണ് ഈ എഴുത്തിൻ്റെ സത്യമാണ്. എവിടെയെങ്കിലും നിങ്ങളിത് ഞങ്ങളെ തീർച്ചയായിട്ടും പത്രത്തിലുണ്ടാവുന്നതും സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വലിയ ഉന്നതരായ ആൾക്കാരും അല്ല ഇതിനകത്ത്, സാധാരണക്കാരുടെ ആഗ്രഹമുണ്ട്. അവർക്ക് അവസരം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളാണ് ഞങ്ങൾ കൊടുത്തത്. അപ്പോൾ എഴുത്ത് മേഖല, സാഹിത്യ മേഖലയിൽ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ അവസരം കിട്ടാതിരിക്കുന്ന ആൾക്കാരെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഒരു പ്രത്യേകത. അതാണ് ഒരു അംഗീകാരമായിട്ട് വന്നത്. എല്ലാവരും അത് ചെയ്യുന്നില്ല, കുറച്ചൊക്കെ മത്സരമാണ് ഈ രീതിയിൽ. ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് എല്ലാ വിഭാഗ ജനങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്നുള്ള ഒരു പരിഗണനയാണ് ഇവിടെ കിട്ടിയത്. കറക്റ്റ്, നല്ല കാര്യമാണ്. അത് പുതിയ എഴുത്തുകാർക്കും കഴിഞ്ഞ എഴുത്തുകാരുടെ എഴുതി വെച്ച അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, ആശയങ്ങളൊക്കെ ഒരു ബുക്കിലായി എഴുതുക, അതിനൊരു ഇടം കൊടുക്കുക എന്നുള്ളതിനാണ് പെണ്ണിലത്തിൻ്റെ വലിയ കാര്യം. അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. താങ്ക് യു.